ഹായ് ഓൾ ഡാഡി കളക്ഷൻസിന്റെ എല്ലാ കസ്റ്റമേഴ്സിനും വ്യൂവേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു വൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ. ആ ഒരു ഷെയ്ഡിലേക്ക് നമുക്ക് വേണ്ട ഒരു ഫംഗ്ഷൻ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റുകളാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേണിലും ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയലും വരുന്നുണ്ട്. ഫസ്റ്റ് വരുന്നതാണ് കേട്ടോ, നല്ലൊരു ഓഫ് വൈറ്റ് കളർ ഷെയ്ഡിലേക്കാണ് വരുന്നത്. ഒരുപാട് ക്രീമിലേക്ക് വരുന്നില്ല കേട്ടോ, ചെറിയൊരു എന്ന് വെച്ചാൽ പ്യുവർ വൈറ്റ് അല്ല വരുന്നത്. ഇത് ക്രഷ്ഡ് ഫാബ്രിക് ആണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള മെറ്റീരിയൽ, ഷേപ്പ് ചെയ്ത് നല്ല സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ഷേപ്പിൽ ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലും കൂടിയാണ്. നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. നെക്ക് ലൈനിലേക്ക് തന്നെ ത്രെഡിന്റെയും അതുപോലെ തന്നെ കോപ്പർ ഒരു ജെറിയുടെ വീവിംഗ് പോയിട്ട് അതിലേക്ക് തന്നെ സ്റ്റോൺസ് ആഡ് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. നെക്ക് ലൈൻ ഇതിൽ വരുന്നുണ്ട്. യോക്കിലേക്കും അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ ഒരു ഗ്രീനിന്റെ പിങ്കിന്റെ എല്ലാം കോമ്പിനേഷനിൽ ത്രെഡ് വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിലേക്കും ആ ഒരു സ്റ്റോൺ വർക്ക് ഹെവി ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ സൈഡിലേക്ക് രണ്ട് സൈഡിലേക്കും ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ആ ഒരു വർക്ക് ഇതുപോലെ മേലെ നിന്ന് താഴേക്ക് വരെ ഇങ്ങനെ വരുന്നുണ്ട്. സ്കാറ്റേഡ് ആയിട്ട് ഇവിടെ എല്ലാം ഇതുപോലെ സ്റ്റോൺ വർക്കും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ആക്കിയേക്കുന്ന ഒരു സെറ്റ് തന്നെയാണ് കേട്ടോ. സൈഡിലെല്ലാം ഇതുപോലെ സ്കാറ്റേഡ് ആ ജെറിയുടെ വർക്കും വരുന്നുണ്ട്. പിന്നെ വീട് ഇതുപോലെ ഈ ദാമൻ പോർഷനിലേക്ക് ചെറിയൊരു ബോർഡർ വിത്ത് സ്കാലപ്പോട് കൂട്ടിയിട്ട് വരുന്നു. നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് തന്നെയാണ് വരുന്നത്. ഇതിന്റെ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. ഒരു 45 ആണ് നമുക്ക് ടോപ്പിന്റെ ലെഗ് വരുന്നത്. ഷോൾ വരുന്നതും ആ ഒരു ക്രഷ്ഡ് ഫാബ്രിക്കിൽ തന്നെ നമുക്ക് ആ ഒരു ടോപ്പിൽ വരുന്ന സെയിം ആ ഒരു വർക്ക് തന്നെ ബോർഡർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡിലേക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ, വിത്ത് സ്കാലപ്പ് വർക്കോട് കൂടിയിട്ട്. സ്കാറ്റേഡ് ആയിട്ട് ആ ത്രെഡ് വർക്ക് ഇതുപോലെ വരുന്നുണ്ട്. അതുപോലെ സ്റ്റോൺ വർക്കും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ദുപ്പട്ട വരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. ഓൾ ഓവർ നല്ല രസമായിട്ട് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാം. 2.2 ആണ് ഷോൾ ലെങ്ത് വരുന്നത്. ഇതിന്റെ ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. സാൻഡൂൺ ഫാബ്രിക്കിലേക്ക് ഈ സെയിം ടോണിലേക്ക് തന്നെ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് സെറ്റ് വരുന്നത്. നമുക്ക് അടുത്ത് നോക്കാം. നെക്സ്റ്റ് വരുന്നതും ആ ഒരു കളർ കോമ്പിനേഷൻ, കളർ സെയിം തന്നെയാണ്. മെറ്റീരിയൽ വരുന്നത് ഫോക്സ് ജോർജറ്റ് ആണ് കേട്ടോ. നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ജോർജറ്റ് മെറ്റീരിയലാണ്. ഇതിലേക്ക് യോക്കിലേക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്ക്, ഒത്തിരി ഓവർ ആയിട്ടില്ലെങ്കിലും നല്ല ഭംഗിയായിട്ടൊരു ബ്ലൂവിന്റെയും പിങ്കിന്റെയും ഗ്രീനിന്റെയും എല്ലാം കോമ്പിനേഷനിൽ വരുന്ന നല്ല ഭംഗിയായിട്ട് ഫിനിഷിംഗിൽ ചെയ്തേക്കുന്ന എംബ്രോയിഡറി വർക്ക്. ഷോൾഡറിലേക്ക് കയറിയിട്ട് ആ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കുറച്ച് മടക്കി വെച്ചിരിക്കുന്നതാണ്. അത് സെയിം കോമ്പിനേഷനിലേക്ക് തന്നെ ഇതുപോലെ ബോഡിയിലേക്കും ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് ആ ഒരു വർക്ക് കൊടുക്കുന്നുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. ഒരു 48-49 ടോപ്പിന് നമുക്ക് ലെങ്ത് വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. സാൻഡൂണിലേക്ക് ബോട്ടവും വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ വരുന്നു. ഷോൾ വരുന്നത് ഇതുപോലെ യോക്കിൽ വരുന്ന ആ ഒരു സെയിം കളർ കോമ്പിനേഷനിലേക്ക് തന്നെ ത്രെഡ് വർക്കുകൾ ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് ബോഡിയിലേക്കും കൊടുക്കുന്നുണ്ട്. ഷോളിന്റെ രണ്ട് സൈഡും നല്ല ഭംഗിയായിട്ട് സ്കാല ഫിനിഷിങ്ങും വരുന്നുണ്ട്. വളരെ സോഫ്റ്റ് ആണ് കേട്ടോ. നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ സെക്കൻഡ് വരുന്നത് ഇതാണ്. എല്ലാത്തിൻ്റെയും പ്രൈസ് റേഞ്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം സ്ക്രീനിൽ പ്രൈസ് ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോവാതെ. അടുത്ത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കിൽ തന്നെയാണ്. ഇതിന്റെ ആ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് ഇതിന്റെ ദാമൻ പോർഷനിലേക്കാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള വർക്ക് കോമ്പിനേഷൻ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതിന്റെ ഏകദേശം ആ ഒരു സെയിം കോമ്പിനേഷനിലേക്കാണ് വരുന്നത്. നല്ല ഫിനിഷിങ്ങിൽ ചെയ്തേക്കുന്ന വർക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ വർക്ക് വരുന്നുണ്ട്. ചെറിയൊരു ബോർഡറോട് കൂട്ടിയിട്ട് തന്നെ സ്കാലപ്പോട് കൂട്ടിയിട്ട് ഫിനിഷിങ് വരുന്നു. ഇങ്ങനെ ഇതുപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് ചെറിയ ചെറിയ വർക്കുകൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ മെയിൻ ആയിട്ടൊരു സൈഡിലേക്കും ആ ഒരു വർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നല്ല ഭംഗിയാണ്. ജോർജറ്റ് തന്നെയാണ് ഫാബ്രിക് വരുന്നത്. റൈറ്റ് സൈഡിലേക്കാണ് ഈ ഒരു വർക്കും കൂടെ കൊടുത്തേക്കുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ഇതിലും ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഷോള് വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയായിരുന്നു. വളരെ കുഞ്ഞു 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 ഫ്ലവേഴ്സ്, അതും ലൈറ്റ് ഷെയ്ഡ്സും ആണ് കൊടുത്തേക്കുന്നത്. നല്ല സ്കാലപ്പ് ചെയ്ത് ഫിനിഷിങ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സെറ്റ് വരുന്നത്. അടുത്തത് നോക്കാം. ഇനി നമ്മൾ കാണുന്നത് നല്ലൊരു വിചിത്ര സിൽക്കിന്റെ മെറ്റീരിയൽ ആണ്. നല്ല പ്രീമിയം ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്. അതിലേക്ക് ഇതുപോലെ യോക്കിലേക്ക് നല്ല ഭംഗിയായിട്ട് വരുന്ന എംബ്രോയിഡറി വർക്ക്, എല്ലാം നല്ല ഫിനിഷിങ്ങിൽ നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കുന്നു. പൂക്കാനായിട്ട് ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിലേക്കാണ് അത് വരുന്നത്. ചെറിയൊരു ഷോ ബട്ടനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഹെവി ആയിട്ടും സ്വീക്കൻസിന്റെ പോക്കും വരുന്നുണ്ട്. ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ഇതിനകത്ത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല, ബോട്ടം മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ ഷോള് വരുന്നത് ഇതുപോലെ. ഷോളാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ ഷോള് കാണാനായിട്ട്. ഇത് കണ്ടോ, ഫുൾ ആ ഒരു ത്രെഡിന്റെ എംബ്രോയിഡറി വർക്കും സ്വീക്കൻസ് വർക്കും കൂടി ചെയ്തിട്ട് നല്ല ഫിനിഷിങ്ങിൽ ചെയ്തേക്കുന്നത്. നല്ല ഹെവി ആയിട്ടുള്ള ഷോൾ, ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാനും പറ്റും. രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബോട്ടം വരുന്നത് ഈ ഒരു സെയിം സ്റ്റോളിലേക്ക് തന്നെയാണ്. സാൻറ്റൂൺ ആണ് ഫാബ്രിക് വരുന്നത്. അടുത്തത് നോക്കാം. തൊട്ട് മുമ്പ് കണ്ടതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ വരുന്നത്. ഒരു പേസ്റ്റൽ ഗ്രീൻ ടോണിലേക്കാണ് വരുന്നത്. ബാക്കിയെല്ലാം സെയിം ആയിട്ട് തന്നെ വരുന്നു. ഇതുപോലെ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ലൈനിങ് അറ്റാച്ച്ഡ് അല്ലാന്ന്, പക്ഷെ ഇന്നത്തെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഈ ഒരു മെറ്റീരിയൽ ആണ് സാൻഡൂൺ ഫാബ്രിക് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തേക്കുന്നത്. കോൺട്രാസ്റ്റ് കളറിലേക്കാണ് ബോട്ടം വരുന്നത് കേട്ടോ. ഷോള് വരുന്നത് ഇതുപോലെ. ഇതാണ് ഷോള് വരുന്നത്. ഹെവി ആയിട്ടുള്ള ഷോള്, ഒതുങ്ങിയൊക്കെ നല്ല ഭംഗിയായിട്ട് കംഫർട്ടബിൾ ആയിട്ട് കിടക്കുന്ന ഷോൾ തന്നെയാണ് കേട്ടോ. ഇതാണ് കോൺട്രാസ്റ്റ് ബോട്ടം ആണ് വരുന്നത്. ഇങ്ങനെയാണ്.
അപ്പോൾ ഇതാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി. താങ്ക്